ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആമുഖത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആരാണ് നാലാമത്തെ സുവിശേഷത്തിൻ്റെ കർത്താവ്? ഉത്തരം: യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ. യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാനാണ് നാലാമത്തെ സുവിശേഷത്തിൻ്റെ കർത്താവ് എന്ന് എവിടെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? ഉത്തരം: പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നു. ഗ്രന്ഥകർത്താവിനെ യേശുവിൻ്റെ ആരായി ചിത്രീകരിക്കുന്നു? ഉത്തരം: ശ്രേഷ്ഠ ശിഷ്യനായി. ഗ്രന്ഥകർത്താവിനെ യേശുവിൻ്റെ ശ്രേഷ്ഠ ശിഷ്യനായി മാത്രമല്ല മറ്റെന്തും കൂടിയായി ചിത്രീകരിക്കുന്നു? ഉത്തരം: യേശുവിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായും ചിത്രീകരിക്കുന്നു. ഗ്രന്ഥകർത്താവിനെ യേശുവിൻ്റെ ശ്രേഷ്ഠ ശിഷ്യനായും അവിടുത്തെ ജീവിതത്തിലെ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായും ചിത്രീകരിക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ ഏതൊക്കെ? ഉത്തരം: യോഹന്നാൻ 19:35, യോഹന്നാൻ 21:24. എവിടെ വെച്ചാണ് ഈ സുവിശേഷത്തിൻ്റെ രചന പൂർത്തിയായത്? ഉത്തരം: AD 95 എഫെസോസിൽ വെച്ച്. AD 95 എഫെസോസിൽ വെച്ച് ഇതിൻ്റെ രചന പൂർത്തിയായിരിക്കണം എന്നാണ് പൊതുവെയുള്ള എന്ത്? ഉത്തരം: പണ്ഡിതമതം. ഈ സുവിശേഷം രചിച്ചതിൻ്റെ ഉദ്ദേശം ഗ്രന്ഥകർത്താവ് തന്നെ വ്യക്തമാക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം: ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. ഗ്രന്ഥകർത്താവ് ഈ സുവിശേഷം രചിച്ചതിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കുന്ന വചനഭാഗം ഏത്? ഉത്തരം: യോഹന്നാൻ 20:30-31 വാക്യങ്ങൾ. ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ആരെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനാണ്. ഉത്തരം: ദൈവപുത്രനായ ക്രിസ്തു. യേശു ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ എന്തുണ്ടാകുന്നതിനും വേണ്ടിയാണ്. ഉത്തരം: ജീവൻ. എന്താണ് ഈ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം? ഉത്തരം: യേശുവിൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളുമാണ് ഈ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം. ഇവയുടെ ബാഹ്യമായ വിശദാംശങ്ങളിൽ തന്നെ തങ്ങി നിൽക്കാതെ ആന്തരാർത്ഥത്തിലേക്ക് ചുഴിഞ്ഞിറങ്ങി യേശുവിൽ പൂർത്തിയാക്കിയ എന്ത് വെളിപ്പെടുത്താനാണ് ഗ്രന്ഥകർത്താവിൻ്റെ ശ്രമം? ഉത്തരം: രക്ഷാകര രഹസ്യം. അങ്ങനെ എല്ലാവരും യേശുവിൻ്റെ വ്യക്തിത്വത്തെ അതിൻ്റെ എന്തോടുകൂടി മനസ്സിലാക്കണമെന്ന് ഗ്രന്ഥകർത്താവ് അഭിലഷിക്കുന്നു. ഉത്തരം: എല്ലാ സവിശേഷതകളോടും കൂടെ. എല്ലാവരും യേശുവിൻ്റെ വ്യക്തിത്വത്തെ അതിൻ്റെ എല്ലാ സവിശേഷതകളോടും കൂടെ മനസ്സിലാക്കി എന്തിൽ എത്തിച്ചേരണമെന്നും അതുവഴി എന്തിൽ പങ്കുചേരാൻ ഇടയാകണമെന്നുമാണ് അദ്ദേഹം അഭിലഷിച്ചത്. ഉത്തരം: വിശ്വാസത്തിൽ എത്തിച്ചേരണമെന്നും അതുവഴി നിത്യജീവനിൽ പങ്കുചേരാൻ ഇടയാകണമെന്നുമാണ് വിശുദ്ധ യോഹന്നാൻ അഭിലഷിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷത്തെ വേറെ ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം: വിശ്വാസത്തിൻ്റെ സുവിശേഷമെന്നും ജീവൻ്റെ സുവിശേഷമെന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ സുവിശേഷകൻ എങ്ങനെയാണ് കാണുന്നത്? ഉത്തരം: ശിഷ്യന്മാരുടെ മുമ്പാകെ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ഒരു പരമ്പരയായിട്ടാണ് കാണുന്നത്. എന്തിൻ്റെ സഹായത്തോടെയാണ് തൻ്റെ ക്രിസ്തു അനുഭവത്തിലെ അടിസ്ഥാന ഘടകങ്ങൾ യോഹന്നാൻ വിശദീകരിക്കുന്നത്? ഈ കാഴ്ചപ്പാടിനിണങ്ങിയ ശൈലിയിൽ സാംസ്കാരികവും മതപരവുമായ സിദ്ധാന്തങ്ങളുടെയും ഭാഷാ സങ്കേതങ്ങളുടെയും സഹായത്തോടെയാണ് വിശുദ്ധ യോഹന്നാൻ വിശദീകരിക്കുന്നത്. ഏതൊക്കെ സമകാലീന ചിന്താധാരകളാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുള്ളത്? ഉത്തരം: ജ്ഞാനവാദം, ദ്വൈതവാദം, യഹൂദചിന്ത, യവനചിന്ത. നാലാമത്തെ സുവിശേഷത്തെ പ്രധാനമായും എത്ര ഭാഗങ്ങളായി തിരിക്കാം? ഏതൊക്കെ? ഉത്തരം: 2 ഭാഗങ്ങളായി. അടയാളങ്ങളുടെ പുസ്തകം, മഹത്വത്തിൻ്റെ പുസ്തകം. അടയാളങ്ങളുടെ പുസ്തകമാണെന്ന് കാണിക്കുന്ന സുവിശേഷ ഭാഗം ഏത്? ഉത്തരം: യോഹന്നാൻ 1:19-21 വരെയുള്ള വാക്യങ്ങളും യോഹന്നാൻ 1:50 വാക്യവും. മഹത്വത്തിൻ്റെ പുസ്തകമാണെന്ന് കാണിക്കുന്ന സുവിശേഷ ഭാഗം ഏത്? ഉത്തരം: 13:1-20 വരെയുള്ള വാക്യങ്ങൾ, 13:31 വാക്യം. അടയാളങ്ങളുടെ പുസ്തകത്തിലെ പ്രതിപാദ്യം എന്താണ്? യേശു പരസ്യ ജീവിതകാലത്ത് പ്രവർത്തിച്ച നിരവധി അത്ഭുതങ്ങളിലൂടെ പിതാവായ ദൈവത്തിൻ്റെ ആവിഷ്കരണമായി തന്നെ അവതരിപ്പിക്കുന്നതാണ് ഇതിലെ പ്രതിപാദ്യം. മഹത്വത്തിൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നത് എന്ത്? കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കുള്ള
യേശുവിൻ്റെ കടന്നുപോകലാണ് മഹത്വത്തിൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നത്. ആമുഖം വിവരിക്കുന്ന വചനഭാഗം ഏത്? ഉത്തരം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അനുബന്ധം വിവരിക്കുന്ന സുവിശേഷ ഭാഗം ഏത്? ഉത്തരം 21-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻസായി അറിയിക്കുകയും വേണം. ഈശോ നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.